നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. ഒ ഹെൻറി രചിച്ചിട്ടുള്ള മനോഹരമായ ഒരു കഥയാണ് അവസാനത്തെ ഇല എന്ന് പറയുന്ന കഥ. നമ്മുടെ അവസാനത്തെ യൂണിറ്റിലെ അവസാന പാഠഭാഗമായിട്ടായിരുന്നു നമ്മൾ ഒ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്നുള്ള കഥ നമ്മൾ പഠിക്കുന്നത്. ജോൺസി, സ്യൂ, ഡോക്ടർ, ബർമാൻ എന്നിങ്ങനെ പല കഥാപാത്രങ്ങൾ ഈ ഒരു കഥയിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരായിരുന്നു? താഴെ കമൻറ്റ് ചെയ്യുക. മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു ബർമാൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ബർമാൻ എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണമാണ് മാഷ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ ഏത് കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോഴും നമുക്ക് പഠിച്ചു വെക്കാനാവുന്ന ഒരു മാതൃകയുണ്ട്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഒന്ന്, കഥാപാത്രത്തിൻ്റെ പേര്, കഥാപാത്രം ചെയ്യുന്നു പരിചയപ്പെടുന്നു. രണ്ട്, കഥയിലെ സ്ഥാനം, കഥാപാത്രത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് ചെയ്യുന്നു, കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണോ, കഥയിലെ പ്രാധാന്യം അറിയിക്കുന്ന കഥാപാത്രമാണോ അല്ലയോ എന്ന് ചെയ്യുന്നു നമ്മൾ പറയുന്നു. അടുത്തത്, കഥാപാത്രത്തിൻ്റെ സ്വഭാവമാണ്. എന്തൊക്കെയാണ് കഥാപാത്രത്തിൻ്റെ സ്വഭാവം? പിന്നെയോ കഥാപാത്രത്തിൻ്റെ വേഷം, എന്താണ് അദ്ദേഹത്തിൻ്റെ വേഷം, അദ്ദേഹത്തിൻ്റെ രൂപസവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാണെന്നാണ് പറയുന്നത്. പിന്നെയോ നിങ്ങൾ എന്തുകൊണ്ട് ഈ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്, കഥയിലെ സന്ദർഭങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്രത്തെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാരണങ്ങൾ പറയാം. അതുപോലെ ഇതുപോലെ തന്നെയുള്ള കഥാപാത്രങ്ങൾ നിങ്ങൾ മുന്നേ പഠിച്ച ഏതെങ്കിലും കഥയിലോ നോവലിലോ യാത്രാവിവരണത്തിലോ കവിതയിലോ ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും കഥാപാത്രം ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തെ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ സൂചിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബർമാൻ എന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിശ്വസാഹിത്യകാരനായ ഒ ഹെൻറി രചിച്ച കഥയാണ് അവസാനത്തെ ഇല. കഥയിൽ നിറഞ്ഞു നിന്ന കഥാപാത്രമാണ് ബർമാൻ എന്ന കഥാപാത്രം. എനിക്ക് ഈ കഥാപാത്രത്തെ വളരെയധികം ഇഷ്ടമായി. ബർമാൻ ഒരു ചിത്രകാരനാണ്. മുൻ വർഷത്തെ അനുഭവങ്ങളിൽ ഒരു നല്ല ചിത്രം പോലും വരയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ചിത്രകാരൻ എന്ന നിലയിൽ പരാജയപ്പെട്ട അദ്ദേഹം യുവ ചിത്രകാരന്മാരെ സഹായിക്കാനായി മോഡലായി ജോലി ചെയ്യുകയാണ്. ബർമാൻ ഒരു വിരൂപനായ വൃദ്ധനാണ്. വേഗത്തിൽ ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാരനാണ്. ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കഥയിൽ പ്രകടമാകുന്നുണ്ട്. എന്നാൽ വിരൂപമായ ശരീരത്തിനുള്ളിലും സുന്ദരമായ മനസ്സിന് ഉടമയാണ് അദ്ദേഹം എന്ന് കഥയുടെ അവസാനം മനസ്സിലാകുന്നു. ജോൺസിയുടെ ജീവന് വേണ്ടി തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാണ് ബർമാൻ അവസാനത്തെ ഇലയുടെ ചിത്രം വരച്ചു വെച്ചത്. തീർച്ചയായും അദ്ദേഹം ഈ കഥയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കഥാപാത്രമായി മാറുകയായിരുന്നു. എനിക്ക് ഈ കഥാപാത്രത്തെ വളരെയധികം ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണം അവസാനിക്കാം. അപ്പോൾ ഏത് കഥാപാത്ര നിരൂപണം ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായും ഒരു കഥാപാത്ര നിരൂപണം ഉണ്ടാവും. അത് ബർമാൻ്റെ ആവട്ടെ, മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനാവട്ടെ.